അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നൊന്നുമല്ല നിന്ദിക്കാൻ തുടങ്ങിയത്, ആ കാലഘട്ടത്തിലേ തുടങ്ങി. വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചപ്പോൾ ഒരു വാക്ക് കൊണ്ട് മജ്നൂൻ, ഭ്രാന്തൻ എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 വാക്കുകൊണ്ട് ആ വലീദ് ഇബ്നു മുഗീറയെ അല്ലാഹു തആല നിന്ദിച്ചു. അതൊക്കെ വിഷയം ധാരാളമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എനിക്ക് നബിതങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തിലേക്ക് കടക്കാനുള്ളത് കൊണ്ട് നബിതങ്ങളെ മാത്രം ഇങ്ങനെ അവിടുത്തെ സവിശേഷതകൾ മാത്രം പറഞ്ഞു പോയാൽ നമുക്ക് ഇന്നൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നബിതങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അള്ളാഹു ചൊല്ലുമെങ്കിൽ, 10 നന്മ അള്ളാഹു നമുക്ക് നൽകുമെങ്കിൽ, നബിതങ്ങളെ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ച വലീദ് ഇബ്നു മുഗീറയെ 10 നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനിപ്പിച്ചത്. സൂറത്തുൽ ഖലം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളുടെ അന്തസ്സും അഭിമാനവും അള്ളാഹു വാനോളം ഉയർത്തും എന്ന് അള്ളാഹുവാണ് വാഅദ ചെയ്തത്. ലോകത്ത് ഒരു പാശ്ചാത്യന്മാർക്കും ഒരു വിഡ്ഢികൾക്കും ഒരു ജാരസന്താനത്തിനും അള്ളാഹുവിൻ്റെ റസൂലിനെ വേദനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വേദനിപ്പിച്ചാൽ നബിതങ്ങളുടെ രോമകൂമങ്ങൾക്ക് ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ശഠിച്ചു പറയാം, ഉറപ്പിച്ചു പറയാം. കാരണം എന്താണ്? അള്ളാഹുവാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അള്ളാഹു ഉപയോഗിച്ച വാക്ക് ലോകങ്ങളുടെ നേതാവ്, ലോകങ്ങൾക്ക് കാരുണ്യവാനായിട്ടാണ് നാം അങ്ങയെ നിയോഗിച്ചത്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മുത്തഖീങ്ങൾക്ക് മാത്രമല്ല. ജൂതന്റെയും പ്രവാചകനാണ്, നസ്രാണിയുടെയും പ്രവാചകനാണ്, ജൈനമതക്കാരന്റെ പ്രവാചകനാണ്, ബുദ്ധമതക്കാരന്റെ പ്രവാചകനാണ്, ഹിന്ദുമതക്കാരന്റെ പ്രവാചകനാണ്, സിഖ് മതക്കാരന്റെ പ്രവാചകനാണ്. സാക്ഷാൽ നബിതങ്ങളെ അധിക്ഷേപിക്കുന്ന പാശ്ചാത്യൻ പൗരസ്ത്യൻ മക്കളുടെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നാണ് അല്ലാഹുവിടെ ഉപയോഗിച്ചത്. ലോകങ്ങൾക്ക് മാതൃക, ലോകങ്ങളുടെ കാരുണ്യം, ലോകങ്ങളുടെ നേതാവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവേ, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് അഖില സ്തുതി എന്ന് നാം അല്ലാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതേ ആലമീൻ എന്ന പദമാണ് അല്ലാഹ് ഇവിടെ ഉപയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിത, ലോകങ്ങളുടെ കാരുണ്യവാനാണ് നബിതങ്ങൾ. അതുകൊണ്ടാണ് നബിതങ്ങളുടെ മാതൃക പോലെ ലോകത്ത് ഒരു വ്യക്തിക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത മാതൃകാപരമായ ജീവിതമാണ് നബിതങ്ങൾ കാഴ്ചവെച്ചത്. ലോകത്ത് ഇതേപോലെ ഒരു മാതൃകാ ജീവിതം ആർക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകാ ജീവിതം? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത്. 10 വർഷക്കാലത്തോളം നബിതങ്ങളുടെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത വേലക്കാരനാണ്, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തവനാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫമാ ഖാല ലീ ലിശൈഇൻ ഉഫിൻ ഖത്ത്. ഛേ അനസ്, നീ എന്താ അങ്ങനെ ചെയ്തത്, എന്താ അങ്ങനെ ചെയ്യാത്തത് എന്ന ഒരു വാക്ക് എന്നോട് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. പറയൂ, ചിന്തിക്കൂ. ഇതേപോലെ ഒരു പ്രവാചകനെ ലോകത്ത് എവിടെ നമുക്ക് കാണാൻ കഴിയും? ഒരു നേതാവിനെ കാണാൻ കഴിയുമോ? 10 വർഷം ഞാൻ നബിതങ്ങളുടെ സവിധത്തിൽ ജോലി ചെയ്തു. ഫമാ ഖാല ലീ ശൈഉൻ ഖത്ത് ഉഫിൻ. ഛേ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. فما قال لي لشيء تركته لما تركته فما قال لي لشيء صنعته لما صنعته. ഒരു കാര്യം ഞാൻ ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്തേ അനസേ നീ അത് ഉപേക്ഷിച്ചതെന്ന് എന്നോട് നബിതങ്ങൾ ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ അവിടുത്തെ അനുവാദമില്ലാതെ ചെയ്തു പോയെങ്കിൽ എന്തേ അനസേ നീ അത് ചെയ്തത് എന്ന് എന്നോട് നബിതങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. അത്രത്തോളം മാനവികതയുടെ ഉടമസ്ഥനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ മുതലാളിമാര് തൊഴിലാളി താമസിച്ചു വന്ന എന്താ ഇത്ര നേരം അവിടെ പോയി, അത് പാലം പൊളിച്ചിട്ടിരിക്കുക, കറങ്ങി വരണം, വണ്ടി എന്നാ പിന്നെ നാളെ പണിഞ്ഞാൽ മതി, പോ ഇന്ന് പൊയ്ക്കോ, നാളെ പണിഞ്ഞാൽ മതി, ഇന്ന് കടയിൽ നിൽക്കണ്ട, പൊയ്ക്കോളാൻ. മാതൃക. അയാളും നബിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അദ്ദേഹം നബിയുടെ അനുയായിയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചിന്തിക്ക്. 10 വർഷം ജോലി ചെയ്തിട്ട് ഒരു മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായില്ല.
ബഹുമാനപ്പെട്ട നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, കം നഅഫു അനിൽ ഖാദിമി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളുടെ തൊഴിലാളികളോട് ഞങ്ങൾ എത്ര മാപ്പ് ചെയ്യണം നബിയേ? കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എത്ര മാപ്പ് ചെയ്യണമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 70 മറ, 70 പ്രാവശ്യം. 70 പ്രാവശ്യം മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് 71ാമത്തെ പ്രാവശ്യം വല്ലതും പറഞ്ഞാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും പറയാനുള്ള അവകാശമുള്ളൂ. 70 പ്രാവശ്യം നീ മാപ്പ് ചെയ്ത് കൊടുക്കണം. കൊടുക്കുവോ? ഞാൻ നബിതങ്ങളുടെ മാതൃകാ ജീവിതമാണ് പറയുന്നത്. നമ്മുടെ മാതൃകാ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കണം. നിങ്ങൾ നോക്കിക്കൊള്ളണം അതുമായിട്ട് ബന്ധപ്പെട്ട് യോജിച്ചു പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന്. 70 പ്രാവശ്യം മാപ്പ് നൽകണം. ലാ തളിരിബൂ ഇമാകും അലാ കസ്രീനായികും ഫഇന്ന ലഹാ ആജാലൻ കാജാലികും. നേ മുതലാളി വർഗമേ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കയ്യബദ്ധത്താൽ വല്ല വിലപിടിപ്പുള്ള സാധനങ്ങളും പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കരുതേ, അവരെ അതിന്റെ പേരിൽ അടിക്കരുതേ, അവരെ ജോലിയിൽ നിന്നും പുറത്താക്കരുത്. ആ പൊട്ടിപ്പോയ സാധനത്തിന്റെ ആയുസ് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം നിങ്ങൾ കരുതാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്ന വഴിയിൽ താഴെ വീണ് പൊട്ടിയാൽ അതിന്റെ പേരിൽ അടിക്കുകയോ അതിന്റെ പേരിൽ ശമ്പളം കട്ട് ചെയ്യുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയാണ് നബിതങ്ങൾ നമ്മളെ. ജോലിക്കാരോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു മാതൃകാപരമായ ജീവിതം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ബിയദിഹി ഖത്ത്. നബി തങ്ങൾ തന്റെ കൈകൊണ്ട് ആരെയും അടിച്ചിട്ടേ ഇല്ല. വലംറഅതൻ വലാ ഖാദിമൻ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. ഭൃത്യനെ അടിച്ചിട്ടില്ല, ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ജിഹാദിന്റെ വഴിയിലല്ലാതെ ധർമ്മസമരത്തിലല്ലാതെ നബി തങ്ങൾ ആരെയും പ്രഹരിച്ചിട്ടേ ഇല്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ